തിന്മകളെ കൈയൊഴിഞ്ഞ് സുന്നത്തിനോട് 100% കൂറുപാലിച്ചുകൊണ്ടുള്ള ഒരു പ്രബോധന ദൗത്യം നിങ്ങൾക്ക് ഈ കൊച്ചു കേരളത്തിൽ ദർശിക്കാൻ കഴിയണമെങ്കിൽ ഈ സുന്നത്തിന്റെ പാതയിൽ മാത്രമേ നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയൂ. ഇവിടെ വ്യക്തിപരമായി ഏതെങ്കിലും ഒരു ദാഇയുടെ, ഒരു അധ്യാപകന്റെ സ്വന്തം ഇഷ്ടം ഈ ആദർശത്തിൽ ഒരിക്കലും വരൂല. കാരണം ഇതിനെ തിരുത്താൻ പണ്ഡിതന്മാരുടെ നേതൃത്വം ഈ ആദർശത്തിനുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടിയിരുത്തി ഉപദേശിച്ചതുപോലെ അല്ലാഹുവിന്റെ റസൂൽ ദുഹർ നമസ്കാരം കഴിഞ്ഞ് ഉപദേശിച്ചു, അസർ കഴിഞ്ഞ് ഉപദേശിച്ചു, മഗ്രിബ് കഴിഞ്ഞ് ഉപദേശിച്ചു. ഹദീസുകളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഒരു സമൂഹത്തെ സംസ്കരിച്ചെടുത്തു. അഹ്ലുസുന്നയുടെ ശൈലി അതാണ്. സമയവ്യത്യാസമില്ലാതെ ആർക്കും ഒന്ന് പഠിക്കാൻ കഴിയുന്ന വിധം ഈ കാസർഗോഡ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പള്ളിയുണ്ട്. അത് കാണണമെങ്കിൽ, അറിയണമെങ്കിൽ അവിടെ നടക്കുന്ന ആരോടും പൈസ യാചിക്കാതെ, ജനങ്ങളോടൊന്നും ആവശ്യപ്പെടാതെ, പ്രസിഡന്റുമാരുടെ അകമ്പടിയില്ലാത്ത, കൽപ്പനകളില്ലാത്ത അറിവിന്റെ വിദ്യാർത്ഥികൾ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ നേതൃത്വം കൊടുക്കുന്ന, നമ്മുടെ നാട്ടിലെ സംസ്കാരം മാറിപ്പോയി, വിജ്ഞാനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായ വഴികേടിലുണ്ടായിരുന്ന ഒരു സമൂഹത്തെ വിജ്ഞാനം പഠിപ്പിച്ചുകൊണ്ടാണ്, ഖുർആനും സുന്നത്തും പഠിപ്പിച്ചുകൊണ്ടാണ് സംസ്കരിച്ചെടുത്തതെങ്കിൽ ആ സംസ്കാരത്തെ അതേപോലെ നിർവഹിക്കാൻ മഹാരഥന്മാരായ സ്വഹാബത്തും കാണിച്ചു തന്നതുപോലെ നോക്കൂ. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ സ്വഹാബികൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പോയി അല്ലാഹുവിന്റെ പള്ളിയിൽ തൂണുകളിൽ ചാരിയിരുന്നു, സമൂഹം ഒരുമിച്ച് കൂടിയിരുന്നു. വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നും നബിയുടെ ഹദീസുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ പഠിപ്പിച്ചു. ആ സംസ്കാരം താബിഈകളായി, തബഅ താബിഈകളായി, തലമുറകളായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും ഏറ്റെടുത്തു വന്നു. ആ സംസ്കാരം നിലനിർത്തുന്ന ആദർശമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം. അത് നിങ്ങളുടെ മൂക്കിന്റെ കീഴിൽ ഈ നാട്ടിലുണ്ടെന്നും സന്തോഷ വാർത്ത ഈ നാടിനെ അറിയിക്കുകയാണ്. നിങ്ങളോട് പിരിവാവശ്യപ്പെടാതെ, നിങ്ങളോടുള്ള ഗുണകാംക്ഷ കൊണ്ടും സ്വർഗത്തിന്റെ വഴിയിൽ, ഞങ്ങൾ മനസ്സിലാക്കിയ സത്യത്തിന്റെ വഴിയിൽ പ്രമാണബദ്ധിതമായി മുന്നേറുമ്പോൾ ഈ സമൂഹവും നമ്മുടെ കൂടെ വേണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ട് സമൂഹം, ഇസ്ലാമിക മുസ്ലിം സമൂഹത്തിന്റെ ചെറുപ്പക്കാർ മദ്യത്തിലായി അധപ്പതിച്ചിരിക്കുകയാണ്. വ്യഭിചാരവും മയക്കുമരുന്നും മുസ്ലിം സമൂഹത്തിന്റെ ചെറുപ്പക്കാർ സാർവത്രികമാക്കിയിരിക്കുമ്പോ ഈ സമൂഹത്തിന്റെ നെടുനായകത്വം വഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പൗരോഹിത്യം നോക്കിക്കുത്തിയായി നിൽക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, യഥാർത്ഥ വിജ്ഞാനത്തിലൂടെ സ്വഹാബത്ത് സംസ്കരിക്കപ്പെട്ട സത്യത്തിന്റെ വഴിയിലൂടെ മാത്രമാണ് ഈ സമൂഹം സംസ്കരിക്കപ്പെടൂ എന്നുള്ള യഥാർത്ഥമായ വിശ്വാസത്തിലും ഉറച്ച ആദർശത്തിലുമാണ് നിങ്ങളോട് ഈ കാര്യം പറയുന്നത്. ഈ സംസാരം ഇവിടെ നടക്കുമ്പോ യുവജനങ്ങളോട്, മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാരോട് തൗഹീദിന്റെ രാജപാത മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ തിരിച്ചറിയേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മനസ്സിൽ സ്ഥാനം കൊടുക്കുന്നവരാകണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മനസ്സിൽ സ്ഥാനം കൊടുക്കുന്നവരാവണം. ഖുർആനിന്റെയും സുന്നത്തിന്റെയും കൽപ്പനകൾ വന്നാൽ ഹറാമെന്ന് വിശദീകരിക്കപ്പെട്ടാൽ, തിന്മയാണെന്ന് പറയപ്പെട്ടാൽ തിന്മകളെ കൈയൊഴിഞ്ഞ് സത്യത്തിലോട്ട് കടന്നു വരാൻ കഴിയണം. ഇന്ന് മയക്കുമരുന്നിന്റെ കാലഘട്ടമാണ്. ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് മുസ്ലിം സമൂഹത്തിന്റെ ചെറുപ്പക്കാർ. നിങ്ങൾക്ക് എങ്ങനെ സ്വഹാബത്തിനോടുള്ള സ്നേഹവും കൂറും നിങ്ങൾക്ക് അവകാശപ്പെടാൻ പറ്റും? നബിദിനം വന്നാൽ, പുത്തനാചാരം വന്നു കഴിഞ്ഞാൽ ആ നബിയുടെയും സ്വഹാബത്തിന്റെയും സ്നേഹം പ്രകടിപ്പിച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തെരുവിലിറങ്ങിയാൽ തീരുന്നതാണോ നബി സ്നേഹം? സ്വഹാബത്തിനോടുള്ള കൂറ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ പേരുച്ചരിക്കാനുള്ള ആത്മാവകാശം നിങ്ങൾക്കില്ല. കാരണം ചെറുപ്പക്കാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തും ഖുർആനിനും സുന്നത്തിനും അനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തിയവരായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസ്കരിച്ച സമൂഹം മദ്യത്തിന് അടിമപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു. മദ്യം, ലോട്ടറി, ഇതൊക്കെ പൈശാചികതയാണ്, ഹറാമാണ് എന്നുള്ള വചനമിറങ്ങി. ഫഹൽ അൻതും മുൻതഹൂൻ إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങിയപ്പോൾ മദ്യത്തിലൂടെ പിശാച് ഉദ്ദേശിക്കുന്നതും നിങ്ങൾക്കിടയിൽ ശത്രുതയിടാനാണ്, വിദ്വേഷമിടാനാണ്. മുസ്ലിം സമൂഹം പരസ്പരം വിദ്വേഷത്തിലാകേണ്ടവരല്ല, പരസ്പരം പോരടിക്കേണ്ടവരല്ല, ഐക്യപ്പെടേണ്ടവരാണ്. അതിന് വിഘാതമായ സംഗതികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചു.
ആയത്തിന്റെ അവസാനം ഫഹൽ അൻതും മുൻതഹൂൻ, വിരമിക്കാൻ തയ്യാറുണ്ടോ? മദ്യത്തിന് വേണ്ടി അടിപിടി കൂടിയവരായിരുന്നു, മദ്യത്തിന്റെ ചഷകങ്ങൾ മദ്യം നിറച്ചും വ്യാപാരം നടത്തിയവരായിരുന്നു ഒരു വേള. ഈ പ്രഖ്യാപനം എത്തിയപ്പോ ഫഹൽ അൻതും മുൻതഹൂൻ, വിരമിക്കാൻ തയ്യാറുണ്ടോ അള്ളാഹു ചോദിച്ചപ്പോ ഉമർ ബിൻ ഖത്താബ് പറഞ്ഞു ഇൻതഹൈനാം, ഒഴിവാക്കിയിരിക്കുന്നു, വിരമിച്ചിരിക്കുന്നു. മദ്യത്തിന്റെ ചഷകങ്ങൾ തകർത്തു, മദ്യത്തിന്റെ അരുവി മദീനയിൽ ഒഴുകി. ഖുർആനിന്റെ പ്രഖ്യാപനം സ്വീകരിച്ചുകൊണ്ട് യുവതലമുറയെ തയ്യാറുണ്ടോ MDMന് വിട പറയാൻ, കഞ്ചാവിന് വിട പറയാൻ? നിങ്ങളോടുള്ള ഗുണകാംക്ഷ നിമിത്തമാണ് ഈ കാര്യം പറയുന്നത്.